എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ലിറ്റിൽ ഹാപ്പിനെസ് ബൈ പൂജ. ഇന്ന് പാചകമായിട്ടല്ല വന്നിരിക്കുന്നത്. പാചകം എങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. ഒരു സെൽഫി സ്റ്റിക്കും അത്യാവശ്യം നല്ല ക്വാളിറ്റി വീഡിയോസ് തരുന്ന ക്യാമറയുള്ള മൊബൈൽ ഫോണും ഉണ്ടെങ്കിൽ നമുക്ക് കിടിലനായിട്ട് യൂട്യൂബ് വീഡിയോസ് ചെയ്യാം. സോ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ കുക്കിംഗ് വീഡിയോസ് ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് കുക്കിംഗ് വീഡിയോസ് ഈ സെൽഫി സ്റ്റിക്കിൽ മൊബൈൽ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, ഇത് ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ. അതായത് സീറോ ഇൻവെസ്റ്റ്മെന്റ്, സെൽഫി സ്റ്റിക്കും മൊബൈൽ ഫോണും മാത്രം. അതല്ലാതെ നമ്മൾ വേറെ ഒന്നും ഇവിടെ ഉപയോഗിക്കുന്നില്ല, എക്യുപ്മെന്റ്സ് വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതെങ്ങനെയാണ് ചില എന്താ പറയുക സൂത്രപ്പണികൾ ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ ദ വീഡിയോ. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈലിൻ്റെ ഫ്രണ്ട് ക്യാമിൻ്റെയും ബാക്ക് ക്യാമിൻ്റെയും ലെൻസസ് നന്നായിട്ടൊന്ന് തുടയ്ക്കുക എന്നുള്ളതാണ്. നല്ല ക്ലിയർ ആക്കുക. അതിലെന്തെങ്കിലും ചെളി പിടിച്ചിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്ലിയർ ആവില്ല നമ്മളെടുക്കുന്ന വീഡിയോ. അപ്പോൾ ആ ലെൻസസ് ആദ്യം നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെൽഫി എടുക്കുന്ന സമയത്ത് ഈ ഒരു വയർ പ്ലഗ് ചെയ്യാറുണ്ടല്ലോ, അത് പ്ലഗ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഓഡിയോയും കൂടെ വീഡിയോയുടെ കൂടെ എടുക്കുകയാണെങ്കിൽ ഓഡിയോ ഇതിൽ റെക്കോർഡ് ആവില്ല അങ്ങനെ വരുമ്പോൾ. പിന്നെ ഞാൻ ഇതിൽ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഡബിൾ സൈഡ് ടേപ്പും കൂടെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മൊബൈൽ വീണ് പോകുമൊന്നുമില്ല, അങ്ങനെയുള്ള പേടി വേണ്ട. ഓക്കെ, ഇനി ഞാനിത് ഷൂട്ട് ചെയ്യുന്നത് എയർപ്ലെയിൻ മോഡിലാണ്. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ മെസ്സേജസ് വരുന്നതിൻ്റെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സൗണ്ടുകൾ അതിൽ കയറി വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ സെറ്റിങ്സിൽ എപ്പോഴും 1080 പിക്സൽ റേറ്റിൽ ആക്കാൻ ശ്രദ്ധിക്കുക. അത് ഫുൾ HD മോഡാണ്. പിന്നെ ഞാനിപ്പോൾ ഒരു ടേബിളിലാണ്, നമ്മുടെ ഡൈനിങ് ടേബിളിലാണ് സാധാരണ ഈ പ്രസൻറ്റേഷനും ഇൻഗ്രീഡിയൻസും ഒക്കെ കാണിക്കുന്നത്. അപ്പോൾ ഒരു ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ നന്നായിരിക്കും. ഇങ്ങനെയുള്ള കളർഫുൾ ആയിട്ടുള്ള ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ കറിയൊക്കെ വെക്കുമ്പോൾ നല്ല രസമായിട്ട് നമുക്ക് വീഡിയോയിൽ അത് കിട്ടും. ഞാൻ ഈ സെൽഫി സ്റ്റിക്ക് ഇപ്പോൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ എവിടെയാണെന്നുള്ളത്. ഞാൻ ജനലിൻ്റെ കമ്പിയുടെ ഇടയിലാണ് ഈ സെൽഫി സ്റ്റിക്ക് വെച്ചിരിക്കുന്നത്. അത് കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഹാൻഡ്സ് ഫ്രീ ആയിട്ട് നമ്മുടെ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ എപ്പോഴും നമ്മൾ ഹൊറിസോണ്ടലായിട്ട് വേണം വീഡിയോസ് എടുക്കാനായിട്ട്. വേർട്ടിക്കലായിട്ട് എടുത്തു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും ബ്ലാക്ക് കളർ വരുന്നത് കണ്ടിട്ടില്ലേ. അപ്പോൾ നമ്മളെപ്പോഴും ഹൊറിസോണ്ടലായിട്ട് എടുക്കുക. ഫ്രെയിം കറക്റ്റ് ആക്കിയതിന് ശേഷം നമ്മൾ വീഡിയോ ബട്ടൺ ഓൺ ചെയ്യുക. കണ്ടില്ലേ, ഈ ഹൊറിസോണ്ടൽ വീഡിയോ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ചില സമയത്ത് നമ്മൾ വേർട്ടിക്കലായിട്ട് എടുക്കുന്നത് നമുക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഹൊറിസോണ്ടലാക്കാൻ പറ്റും, ചിലത് അങ്ങനെ ആക്കാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും നല്ലത് നമ്മൾ ഹൊറിസോണ്ടലായിട്ട് തന്നെ എടുക്കുന്നതാണ്. കണ്ടില്ലേ, അപ്പോൾ സൺലൈറ്റ് കിട്ടുന്ന ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഇതുപോലുള്ള വിൻഡോസിൻ്റെ അവിടെ നമ്മൾ ഷൂട്ട് ചെയ്യായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ലൈറ്റൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. ഇപ്പം നമ്മൾ സീറോ ഇൻവെസ്റ്റ്മെൻറ്റിലല്ലേ ഈ സംഭവം ചെയ്യുന്നത്, സെൽഫി സ്റ്റിക്ക് മാത്രം യൂസ് ചെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് ഇതുപോലെ വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ നോക്കുക. പിന്നെ ഇതിൻ്റെ സൂമായിട്ട് നമുക്ക് കുറച്ചുകൂടി അടുത്ത് നമ്മുടെ ഡിഷസോ അല്ലെങ്കിൽ പ്രോഡക്റ്റൊക്കെ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സെൽഫി സ്റ്റിക്കിൻ്റെ നീളം അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. പിന്നെ ഫോക്കസ് എപ്പോഴും ഷാർപ്പാണെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ബ്ലർഡ് ആണ് അല്ലയോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്തേക്കണം. ബ്ലർ ആവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീനിൽ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ അത് ഷാർപ്പായിക്കോളും. ഇനി നമുക്ക് കിച്ചണിലേക്ക് പോവാം. ഇവിടെ ഇപ്പോൾ കാണുന്നത് എന്താണെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. ഇത് ചെറുപയർ വെച്ചിരിക്കുന്ന ഞങ്ങളുടെ വീട്ടിലത്തെ ഒരു ഡബ്ബയാണ്. ഇതുപോലെ നല്ല ഹെവി ആയിട്ടുള്ള അരിയോ പഞ്ചസാരയോ ഗോതമ്പ് പൊടിയോ അങ്ങനെയൊക്കെ ഉള്ളത് വച്ചിട്ടുള്ള ഡബ്ബകൾ എന്ന് പറഞ്ഞാൽ നല്ല ഹെവി ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഡബ്ബയിലാണ് ഞാനിപ്പോൾ എൻ്റെ സെൽഫി സ്റ്റിക്ക് വച്ചിരിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് സ്റ്റിഫായിട്ട് ഇരുന്നോളും. അപ്പോൾ എന്തെങ്കിലും ഷേക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ വെയിറ്റ് കൊടുത്താൽ മതി. ഇപ്പോൾ എനിക്ക് ഈ പാനാണ് ഫ്രെയിമിൽ വരേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ സെൽഫി സ്റ്റിക്കിൻ്റെ ഹൈറ്റും ഫോക്കസും ഒക്കെ ശരിയാക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇത് എൻ്റെ ഒരു സീക്രട്ട് ടിപ്പാണ് കേട്ടോ, വേറെ ആർക്കും പറഞ്ഞു കൊടുക്കരുത്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ഈ ഒരു ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചതുകൊണ്ട് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട. മൊബൈൽ ഈ പറഞ്ഞ ഫ്ലെയിമിലേക്കോ അല്ലെങ്കിൽ ചീനച്ചട്ടിയിലേക്കോ ഒന്നും വീണ് പോകുമൊന്നുമില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ, അപ്പോൾ പാൻ നമുക്ക് ലൈറ്റുള്ള
ഭാഗത്തു നിന്ന് നമ്മൾ സെൽഫി സ്റ്റിക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വെളിച്ചത്തോടു കൂടി കിട്ടും. ഇനി അഥവാ വെളിച്ചമില്ലാത്ത ഒരു ഏരിയയിലാണ് നിങ്ങളുടെ സ്റ്റൗവൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ മൊബൈലിലെ തന്നെ ഫ്ലാഷ് ലൈറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അത് ഓൺ ചെയ്താൽ മതി ഫ്ലാഷ് ലൈറ്റ്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ ഡിഷസൊക്കെ വൃത്തിയായിട്ട് കിട്ടും. ഇനി നമുക്ക് എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോയ്ക്ക് ഇൻട്രൊഡക്ഷനും ഒരു ബൈ പറയലും വേണമല്ലോ. നിങ്ങൾ ഫേസ് കാണിച്ചാണ് വീഡിയോ ചെയ്യുന്നത് എങ്കിൽ മാത്രമേ ഇതിൻ്റെ ആവശ്യമുള്ളൂ, ഇല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്ത അതേ ഒരു ഡബ്ബ തന്നെയാണ് ഞാനിവിടെയും യൂസ് ചെയ്യുന്നത്. കറക്റ്റായിട്ട് ഫ്രെയിം ചെയ്തതിന് ശേഷം ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കണം, നല്ല വൃത്തിയായിട്ടിരിക്കുന്നുണ്ടോ. നല്ല ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് നിങ്ങളുടെ വീട്ടിലെ നല്ല വെളിച്ചമുള്ള സ്ഥലത്ത് ഇതുപോലെ നമുക്ക് സെൽഫി സ്റ്റിക്കിൽ മൊബൈൽ പ്ലേസ് ചെയ്തിട്ട് നമ്മുടെ ഇൻട്രൊഡക്ഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളിൽ പലർക്കും ഇത് ഉപകാരപ്പെടും എന്നാണ് എൻ്റെ ഒരു ധാരണ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോമൻറ്റ് ബോക്സിലിടാം. ഞാൻ വലിയ എക്സ്പേർട്ടൊന്നും അല്ല, എന്നാലും 2 വർഷമായിട്ട് ഞാൻ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പല പല ടെക്നിക്സും യൂസ് ചെയ്ത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാനിത് ഷെയർ ചെയ്തത് കേട്ടോ. എല്ലാവരും നല്ല നല്ല വീഡിയോസൊക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് കീപ് വാച്ചിങ് മൈ ലിറ്റിൽ ഹാപ്പിനെസ് ബൈ പൂജ. ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ഒരു ബെൽ ഐക്കണും വരും, അതും പ്രസ് ചെയ്യണം കേട്ടോ.